ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് സുഖമാണ്. പിന്നെ വേറെന്താണ് വിശേഷം? ഇവിടെ ഭയങ്കര ചൂടാണ്. നാട്ടിലെല്ലാം ഭയങ്കര മഴ, ഇവിടെ ഭയങ്കര ചൂട്. പിന്നെ വേറെന്തൊക്കെയാണ്? ഞാൻ കുറേ മല്ലിച്ചപ്പ് ഉണ്ടായിരുന്നു, അപ്പം അത് കേടാവണ്ട, കുറേ കേടായി കളഞ്ഞു, ചീത്തയായി. പിന്നെ ചീത്തയാവണ്ട, പിന്നെ കുറേ പാക്കറ്റ് ഉണ്ടായിരുന്നു, അത് ചീത്തയാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ മുറിച്ചിട്ട് വെക്കാന്ന് വിചാരിച്ചു. തടിക്ക് തീരെ സുഖമില്ല. ഞാനന്ന് പറഞ്ഞില്ലേ, പിന്നെ എൻ്റെ ഷുഗറിൽ ഇതായെന്ന് പറഞ്ഞില്ലേ, തടിപ്പ് ഇതെല്ലാം. ഡോക്ടർ പറഞ്ഞു ഭയങ്കര ഡേഞ്ചറാണ് അത് ഭയങ്കര ചൊറിച്ചിലായിപ്പം. ചൊറിച്ചിലെന്ന് പറഞ്ഞാൽ കൈ വെക്കാൻ പറ്റാത്ത ചൊറിച്ചിൽ, കട്ടിലിൻ്റെ സൈഡിനെല്ലാം ഇട്ട് ഇങ്ങനെ ഇതാക്കിയാ ചെയ്യുന്നത്. അത് പൊട്ടിപ്പോയാൽ പിന്നെ ഉണങ്ങൂല, ഭയങ്കര ഡേഞ്ചറാണ്. പിന്നെ ഇപ്പം എനിക്ക് ഷുഗർ വന്നിട്ട് ഇപ്പം ഏകദേശം ഒരു 7 കൊല്ലമായി. അപ്പം ഈ 7 കൊല്ലത്തേക്ക് എല്ലാ ഞരമ്പും ഇങ്ങനെ ചുരുങ്ങുമെന്ന് പറഞ്ഞു ഷുഗറിൽ. അപ്പം അങ്ങനെ ചോര നടക്കാത്തതിനെ കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതാണ് പറഞ്ഞു. പക്ഷെ ചൊറിച്ചിലാണെങ്കിൽ എനിക്ക് കൈ എടുക്കാൻ പറ്റുന്നില്ല, അതുമാതിരി ചൊറിച്ചില. ചൊറിയാൻ കീഞ്ഞാല് ഞാൻ ചൂടുവെള്ളം ഒഴിക്കലാന്ന് ചൊറിയുമ്പം. അപ്പൊ കുറച്ചൊരു ആശ്വാസം ഉണ്ടാകും ചൂടുവെള്ളം ഒഴിച്ചിട്ടാകുമ്പം. പക്ഷെ ചൂടുവെള്ളം ഒഴിക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ പറ്റുന്നില്ല അങ്ങനെയും. ഞാൻ വിചാരിച്ച് ഇതെല്ലാം ഒന്ന് മുറിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ട് വെച്ചാലേ കുറച്ച് എടുത്തിട്ട് ഇതാക്കിയാൽ മതിയല്ലോ. അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ട് മുറിച്ചിട്ട് വെക്കുകയാണ്. പിന്നെ മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമായത് എന്താ പറഞ്ഞാൽ മല്ലിച്ചപ്പ്. എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല. മൂപ്പർ എല്ലാ കറിയിലും ഇത് ഇടാൻ പറയും. അത് കുറച്ചൊന്നും ഇട്ടപ്പോൾ ഒരുപാട് ഇടണം മൂപ്പർക്ക് കറിയിൽ. ഞാൻ ഇട്ടാൽ പിന്നെയും ഞാനില്ലാത്ത സമയം നോക്കിയിട്ട് മൂപ്പർ എന്താക്കും, എടുത്തിട്ട് ഇടും മുറിച്ചിട്ട്. അങ്ങനത്തെ ഒരു ഇതാണ്. എനിക്ക് ഇതൊന്നും ഭയങ്കര ഇഷ്ടമില്ല കാര്യങ്ങളൊന്നുമല്ല, ഈ മല്ലിച്ചപ്പ്, പുതിന, അതൊന്നും. ഞാൻ വിചാരിച്ച ഏതായാലും മുറിച്ചിട്ട് വെക്കാന്ന്. അപ്പം ഞാൻ മൂപ്പരോട് പറഞ്ഞു ഇനി മല്ലിച്ചപ്പ് വാങ്ങരുത്, ഒരുപാട് മല്ലിച്ചപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ആന്ന് പറഞ്ഞിട്ട് ഇരിക്കായിരുന്നു. അമ്മേനെ ചീര മുറിക്കാനുണ്ട്, ചീര കറി വെക്കാന്ന് വിചാരിച്ച്. ചീര കറിയല്ല, വറവും ചപ്പാത്തിയും രാത്രിക്ക്. പിന്നെ ഇപ്പം ഇവിടെ ആരുമില്ല, എല്ലാവരും ഉംറക്ക് പോയി. മോനുണ്ട്, 5 മരിയക്കും പിന്നെ മോളും ഒരു മോൻ്റെ മോളും പോയത്. അപ്പം ഇനിയിപ്പോൾ ഇവിടെ മൂത്ത മോളും പിന്നെ ചെറിയ പിള്ളേരും ഉണ്ട്. പിന്നെ 2 ആണുങ്ങളുണ്ട്. പിന്നെ മറ്റേവർക്കെല്ലാം ആണുങ്ങളും ചെറിയ പിള്ളേരും മാത്രമേ ഉള്ളൂ. അപ്പം പിന്നെ അവരെന്താ ചെയ്യുന്നതെന്ന് അറിയില്ല, ഭക്ഷണത്തിനൊന്നും എന്താ ചെയ്യുന്ന അറിയില്ല. ഇവരിപ്പം ഇന്ന് അവിടെ എത്തിന്ന് പറഞ്ഞു, ബുധനാഴ്ച പോയതാന്ന്. അപ്പം ഇന്ന് വ്യാഴാഴ്ച അല്ലേ, അപ്പം ഇന്ന് ഉച്ചക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എത്തിന്ന് പറഞ്ഞിട്ട്, ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് കഥ. ഞാൻ വിചാരിച്ച കുറച്ച് ചീര കറി വെക്കാന്ന് വിചാരിച്ച്. പിന്നെ മിനിയാന്ന് വെച്ച പരിപ്പും മുരിങ്ങക്കോലിനും കറി കുറച്ചുണ്ട്. പിന്നെ നാളെ പിന്നെ ആരൊന്നും ഇല്ലാത്തതിനോണ്ട് ബിരിയാണി ഉണ്ടാവൂല. അല്ലെങ്കിൽ ബിരിയാണി അപ്പം വെള്ളിയാഴ്ച ബിരിയാണി ഉണ്ടാവില്ല, ചിക്കൻ ബിരിയാണി. ബിരിയാണി ഉണ്ടാവൂല. അപ്പം ഞാൻ വിചാരിച്ച കുറച്ച് കറി വെച്ചാലേ നാളെ ചപ്പാത്തിൻ്റെ കൂടെ മൂപ്പർക്ക് ആ പെണ്ണ് ചുട്ട് കൊടുക്കും ചപ്പാത്തി, മോൻ്റെ മോള്. പക്ഷെ എനിക്ക് ഞാൻ പാക്കറ്റ് ചപ്പാത്തിയാ വാങ്ങുക, നാട്ടിലത്തെ ചപ്പാത്തി അതാ വാങ്ങുക. മറ്റേ ചപ്പാത്തി തിന്നൂടാന്ന് പറഞ്ഞായിരുന്നു. ചപ്പാത്തി എന്ത് തിന്നിട്ടും കണക്ക് തന്നെ. ഷുഗർ ഒട്ടും കുറയുന്നില്ല. ഷുഗർ കുറയാപ്പം വിചാരിക്കുന്നു മതിയെല്ലാം തിന്നാന്ന് വിചാരിക്കുന്നു. ഷുഗറിന് ഒട്ടും ഒരു മാറ്റവും ഇല്ല. ഷുഗർ അങ്ങനെ തന്നെ ഉണ്ട്. എന്തോ ഇൻസുലിൻ വെച്ചിട്ട് എന്തോ കൊള്ളുന്നില്ല എന്ന് തോന്നുന്നു. അപ്പൊ വേറെ ഡോക്ടറിനെ എഴുതി തന്നിരുന്നു, അവിടെ പോയിട്ടില്ല. അപ്പൊ ഇനി ഏതായാലും ഇൻഷാ അല്ലാഹ് നാട്ടിൽ പോയിട്ട് തന്നെ എന്നെല്ലാം കാണിക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു. ഇൻഷാ അല്ലാഹ്
ഷുഗർ ഭയങ്കര ഡേഞ്ചർ എന്നാ പറയുന്നത്. ഷുഗർ നമ്മളെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും സൈലന്റ് ആയിട്ട് തിന്നെന്ന് പറയുന്നുണ്ട്. പിന്നെ ചോര ഇങ്ങനെ പഞ്ചസാര ഇപ്പൊ ഞമ്മ കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ കലക്കിയാല് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നില്ലേ? അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലും അങ്ങനെ ഒട്ടിപ്പിടിക്കും ഞരമ്പുകളെല്ലാം. പിന്നെ ഒട്ടിപ്പിടിക്കും ഷുഗർ കൂടുതലായാല് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഉണ്ടായതാണ്. അതുകൊണ്ടാണ് ഈ ചോര നടക്കാൻ പ്രയാസം ഇങ്ങനെ വരുന്നതും. ഇത് ഭയങ്കര ഡേഞ്ചർ എന്ന് പറഞ്ഞു. ചൊറിയരുതെന്ന് പറഞ്ഞു. പക്ഷെ ചൊറിയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. എന്താ ചെയ്യാ? ഇത് ചീരയാണ്. ചീര ഞാൻ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് വെള്ളത്തിൽ എടുത്ത് വെച്ചിരുന്നു കഴുകിയിട്ട്. പിന്നെ ചീര ഉണ്ടാക്കാന്ന് വിചാരിച്ച്. ഷുഗർ കൊണ്ട് ഒന്നും പറ്റുന്നില്ല. ഭയങ്കര ക്ഷീണം. എന്താന്നറിയില്ല. ഭയങ്കര ക്ഷീണാണ്. മൂപ്പർക്ക് മാഷാ അല്ലാഹ് ഷുഗർ ഇല്ല, അൽഹംദുലില്ലാഹ്. അതൊരു ഹൈറാണ്. പ്രഷറേ ഇല്ല. പ്രഷറിന്റെ ഗുളിക ഇപ്പൊ കുടിക്കുന്നില്ല. പ്രഷർ ഇപ്പം നോർമലിലുണ്ട്. പിന്നെ മൂപ്പർ പറയുന്നത് പ്രഷറിന്റെ ഗുളിക കുടിച്ചാല് ചിലപ്പം നല്ലോണം കുറഞ്ഞാലാന്ന്. അതുകൊണ്ട് കുടിക്കുന്നില്ല. ഞാൻ പറഞ്ഞ എന്തായാലും കുടിക്കണം, കുടിക്കാണ്ടിരിക്കരുത്. പെട്ടെന്നായിരിക്കും പ്രഷർ ഇതാവുക. എന്തെങ്കിലും ടെൻഷൻ ആയാല് പെട്ടെന്ന് പ്രഷർ കൂടും. ഞാൻ പറഞ്ഞു കുടിക്കണം എന്നാണ്. നമ്മള് പിന്നെ ഷുഗർ എന്ന് പറഞ്ഞാല് പെട്ടെന്ന് കൂടുന്നതല്ലല്ലോ. അങ്ങനെയാണ് കാര്യങ്ങള്. ഇവിടെ ആരും ഇല്ലാത്തതിനെ കൊണ്ട് എന്തോ ഒരു പോലെ. അല്ലെങ്കിൽ ചെറിയ മെരിയോളെല്ലാം അങ്ങനെ കൂടെ കൂടെ വന്നിട്ട് മാമാ മാമാ മാമാന്ന് വിളിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞോണ്ടേയിരിക്കും. ഇപ്പൊ ആരുമില്ല. പിന്നെ ചെറിയ മോനുണ്ട്, മൂത്ത മോനിക്ക് 5 പെണ്ണും ഒരാണാണ്. ചെറിയതാണാണ്. പക്ഷെ അതിനെയും കൊണ്ടുപോയിട്ടില്ല. അതുകൊണ്ട് വാതിലെപ്പണ തുറക്കുന്നേ ഇല്ല. എന്തായിരുന്നെങ്കിലും എപ്പണേനും ഇങ്ങനെ സംസാരിക്കാനൊന്നും പറ്റൂല. ചെവിയൊന്നും കേൾക്കുന്നില്ല, സംസാരിക്കാൻ പറ്റൂല. അപ്പം ഈ ചെക്കനാണെന്നുണ്ടെങ്കിൽ വാതില് തുറന്ന ഗേറ്റ് പിന്നെ ആരെങ്കിലും പെട്ടെന്ന് പൂട്ടാൻ വേണ്ടിട്ട് മറന്നു പോയാൽ ചെക്കന് എവിടെങ്കിലും പോവും തുറന്നിട്ട്. ഒന്നെങ്കിലും പള്ളിയിൽ പോവും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പീടിയിൽ എവിടെയെങ്കിലും പോവും. അങ്ങനെ തെരഞ്ഞു പിടിച്ച് ചെക്കനെ കൂട്ടിക്കൊണ്ടിരുത്താന്ന്. അതിനും വേണ്ടിട്ട് ഇപ്പൊ പെണ്ണ് മാത്രമേ ഇല്ലല്ലോ. അതുകൊണ്ട് വാതില് അടച്ചിട്ട് തന്നെ ഉണ്ട്, തുറന്നിട്ടില്ല. തുറക്കും അപ്പം തന്നെ അടക്കും. ചെക്കൻ പുറത്ത് പോയിക്കണ്ടാന്ന് വിചാരിച്ചിട്ട്. ഓനുണ്ടായില്ല, ഓന് പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഓനിപ്പോ വന്നതാണ്. ഓന് ദുബൈയിലാന്ന് പണി. മോനിക്ക് 2 മക്കൾക്കും എല്ലാവർക്കും ദുബൈയിൽ തന്നെ. ദുബൈയിലത്തെ വിജയനെ കൊണ്ട് എല്ലാവർക്കും ദുബൈയിൽ തന്നെ പണി. ഓനിപ്പോ വന്ന്. ഓൻ എൻ്റെ ഫ്രിഡ്ജ് കേടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫ്രിഡ്ജ് ശരിയാക്കിയിട്ടും പോയെന്ന് പറഞ്ഞു പണിക്ക്. ഇവിടെ എന്ത് പിന്നെ കേടായാലും അവർ തന്നെ ശരിയാക്കുക. പുറത്തുനിന്ന് ആളെ വിളിക്കലൊന്നുമില്ല. AC കേടായാലും അവർ തന്നെ ശരിയാക്കും. ഫ്രിഡ്ജ് കേടായാലും അവർ തന്നെ ശരിയാക്കും. വണ്ടി കേടായാലും അവർ തന്നെ ശരിയാക്കും. പുറത്തുനിന്ന് ഒരാളെ വിളിച്ചിട്ട് പൈസ കൊടുക്കുകയില്ല. എല്ലാം അവർ തന്നെ ചെയ്യാം. അതുകൊണ്ട് എത്ര ഉപകാരമുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങള്. പിന്നെ എനിക്ക് ചെറിയൊരു കഥപ്പ് പോലെ ഉണ്ട് ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുമ്പോ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. എല്ലാരും ദുആ ചെയ്യണം. എല്ലാവർക്കും അസുഖമുണ്ട്, എല്ലാവർക്കും അസുഖം ഇല്ലാന്നല്ല. ഓരോ ആൾക്കും ഓരോ തരത്തിലായിരിക്കും അസുഖങ്ങള്. എല്ലാവർക്കും അസുഖമില്ല ആൾക്കാർ തന്നെ. പക്ഷെ ഗൾഫിലുള്ള ആൾക്കൊരു പ്രത്യേക ഇതാണ്. അങ്ങനെയാണ് കാര്യങ്ങള്. അതുകൊണ്ട് എല്ലാവരും ഷുഗർ ശ്രദ്ധിക്കുക. ഓക്കെ, വന്നു കഴിഞ്ഞാൽ പിന്നെ പോവൂല. അതാണ് നമുക്ക് എന്ത് ഒരു ആഗ്രഹിച്ച ഒരു സാധനം പോലും നമുക്ക് തിന്നാൻ പറ്റൂലല്ലോ. അതിൽ ഭയങ്കര
നമുക്കൊരു സാധനം ആഗ്രഹിച്ചാൽ അതുപോലും നമുക്ക് തിന്നാൻ പറ്റൂല. അത് ഒട്ടും ടേസ്റ്റ് ഇല്ലാത്ത സാധനങ്ങളാണ് നമ്മൾ തിന്നേണ്ടത്. ഇതിന് അതാണ് എല്ലാ രോഗത്തിനും തൊട്ടുള്ളൊക്കെ ആക്കട്ടെ. ഷുഗർ മാത്രല്ലല്ലോ, ഷുഗറും തൈറോയിഡും ഗ്യാസും വയറുവേദനയും കാലിങ്ങനെ എന്താന്നറിയാവോ, ഇങ്ങനെ കോച്ച് പിടിക്കുന്നത് പോലെ എന്ത് വേദനയാന്ന്. എല്ലാ വിരലും ഉണ്ടാവും ഇങ്ങനെ ആയിട്ടുണ്ടാവും. അതിങ്ങനെ നീർത്തുമ്പോ എന്ത് വേദനയാന്നറിയാവോ. ചിലപ്പോ ഞമ്മ കിടക്കുമ്പോയിരിക്കും ഉണ്ടാവില്ലേ, പക്ഷെ അന്ന് ഞമ്മക്ക് പിന്നെ ഒട്ടും കിടക്കാൻ പറ്റൂല. നിലത്ത് കാല് കുത്താൻ പറ്റൂല വേദന കൊണ്ട്. മസില് മീത്ത കയറും. മസിൽ എന്ന് പറഞ്ഞാല് പിന്നെ നമ്മളെ ഈ അടിക്കാലിന്ന് പുറംകാലില്ലേ, പുറംകാലിന്ന് മേലേക്ക് ഒരു കയറ്റം, മുട്ടിന്റെ താഴെ ഒരു നൃത്തം. ചിലപ്പോ രണ്ട് കാലുണ്ടാവും. ഒരു കാലിന് വന്നാല് ചിലപ്പോ ഒരു കാലെങ്കിലും ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് ഇതാക്കാന്ന് വിചാരിക്കും. ചിലപ്പോ രണ്ട് കാലിനും വരും. രണ്ട് കാലിന് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാ, സഹിച്ചു നിക്കാന്. സഹിക്കുന്ന പറഞ്ഞാൽ അതൊരു വേദനയാന്ന്. അങ്ങനെ വന്നു കഴിഞ്ഞാല് അങ്ങനെ സഹിച്ചിട്ട് നിക്കാണ്. ഞാനിങ്ങനെ എന്റെ ഉസറിങ്ങനെ പണയം വെച്ചിട്ട് ഞാൻ അങ്ങനെ നടക്കും. നടന്നാലെങ്കിലും കുറച്ചിങ്ങനെ പോവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ എവിടെ നടക്കാൻ പറ്റുന്ന, ആരോടാ പറയാ, ആരോടും പറയാനും പറ്റില്ല. മൂപ്പറാണെങ്കിൽ നല്ല ഉറക്കത്തിലായിരിക്കും ഉണ്ടാവല്. ആരോടും പറയാനും പറ്റൂല. ഞമ്മളെ അസുഖം ഞമ്മ തന്നെ സഹിക്കുന്നതല്ലാണ്ട് വേറൊരാളടുത്ത് ഞമ്മക്ക് പറയാൻ പറ്റൂല. പറഞ്ഞാലൊട്ട് അവർക്ക് മനസ്സിലാവൂല എന്താന്നുള്ളത്. അത് അവരവർക്ക് വന്നാലല്ലേ മനസ്സിലാവാ. പക്ഷെ പറഞ്ഞാലൊട്ട് അവർക്ക് മനസ്സിലാവൂല. അത്രയല്ലോ ഒരു ഞാനിങ്ങനെ കടന്നു പോകുന്നത്. വേദനയാണെങ്കിൽ സഹിക്കാൻ പറ്റാത്ത വേദന, അതൊരു വേദനയാണ് ഉണ്ടാവില്ല. വിരലെല്ലാം ഇങ്ങനെ, കൈയിന്റെ വിരലുണ്ടാവില്ല കേട്ടോ, കാലിന്റെ വിരൽ ഇങ്ങനെ കോച്ച് പിടിക്കും. ഒരു വിരൽ ഇങ്ങനെ നീർത്തുമ്പോ മറ്റേ വിരലിലേക്ക് പോവും. അത് ഒരു വേദനയാണ്. ഭയങ്കര ഒരു ഇതാണ്. എനിക്ക് പെട്ടെന്ന് വന്നതാണ് ഈ ഷുഗർ. എനിക്ക് അതിന്റെ ഒരു ഇതും ഉണ്ടായില്ല. ഇവരെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാന് പിന്നെ ഇത് നോക്കിയായിരുന്നു, മെഡിക്കൽ ആക്കണായിരുന്നു. അങ്ങനെ മെഡിക്കൽ ആക്കുമ്പം പക്ഷെ ഒന്നും ഉണ്ടായില്ല, ഷുഗർ ഉണ്ടോന്നൊന്നും പറഞ്ഞിട്ടില്ല ഡോക്ടർ. പക്ഷെ നാട്ടിൽ നിന്ന് കടലാസ് എല്ലാം കൊണ്ടുവരുമ്പോഴേക്ക് ഈ മെഡിക്കൽ 3 മാസമേ ഉണ്ടായില്ല അതിന്റെ ടൈം. അപ്പൊ ഈ മെഡിക്കലിന്റെ ടൈം കഴിഞ്ഞ് അങ്ങനെ 3 കടലാസ് എല്ലാം കൊണ്ടിട്ട് എല്ലാം സെറ്റാക്കിയിട്ട് ആകുമ്പോഴേക്ക് പിന്നെ ആദ്യം മെഡിക്കൽ എടുക്കണം എന്നാണ്. അങ്ങനെ രണ്ടാമത് മെഡിക്കൽ 3 മാസം കഴിഞ്ഞിട്ട് രണ്ടാമത് മെഡിക്കൽ എടുക്കുമ്പോ ആണ് ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞു. അതിന് മുന്നേ മെഡിക്കൽ എടുക്കുമ്പോ ഒന്നും പറഞ്ഞിട്ടില്ല, ഷുഗർ ഉണ്ടായില്ല. രണ്ടാമത്തെ മെഡിക്കലിലാണ് എനിക്ക് ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ നല്ലോണം ഉണ്ടായിരുന്നു ഷുഗർ, 300 അടുത്ത് അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അന്നേരം ഡോക്ടർ പറഞ്ഞു ഷുഗർ ഉണ്ട്, പിന്നെ ഷുഗറിന് മരുന്ന് കഴിക്കേണ്ടി വരും പറഞ്ഞു. ആ ഷുഗർ എനിക്ക് ഇതുവരെ ഉണ്ട്, നോർമലായിട്ടില്ല. അങ്ങനെ തന്നെ കൂടിയിട്ട് എപ്പം കൂടിയിട്ടുണ്ട് ഉണ്ടാവില്ലേ. പിന്നെ ഞാൻ മുമ്പൊന്നും അങ്ങനെ ഷുഗറിന് അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. എന്താണെങ്കിലും ഞാൻ മധുരം ഇട്ടിട്ടെല്ലാം തിന്നും, ചായ കുടിക്കും. ചായയിൽ നല്ല മധുരം വേണമായിരുന്നു, മധുരം ഇല്ലാണ്ട് ചായ കുടിക്കൂല, അങ്ങനല്ലായിരുന്നു. പക്ഷെ അപ്പൊ അങ്ങനെ വേദന ഒന്നും ഉണ്ടായില്ല. ഇങ്ങനെ ക്ഷീണം, ഇങ്ങനെ നല്ലോണം വെള്ളം കുടിക്കുക അങ്ങനല്ലേ ഉണ്ടായില്ലോ. പക്ഷെ ഇപ്പാന്ന് എനിക്ക് ഈ വേദനയും ഇതെല്ലാം വന്നത്, വേദനയും പിന്നെ കാലും കൈയും ഇങ്ങനെ തടിപ്പ് വന്നതും എല്ലാം ഇപ്പാന്ന് ഈ ഷുഗർ ഇങ്ങനെ പഴകിക്കൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ വന്നിനത്. പക്ഷെ മുമ്പ് അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഈ ഭക്ഷണത്തിൽ ഇങ്ങനെ ശ്രദ്ധിക്കഴിഞ്ഞ ഡോക്ടറും പറഞ്ഞു ഭക്ഷണം ശ്രദ്ധിക്കണം, ഭക്ഷണം നല്ലോണം കൺട്രോൾ ആക്കണം, അങ്ങനൊന്നും തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം എന്റെ മക്കള് പറയും, അവര് പറയും ഇങ്ങനെ തിന്നുമ്പോ, ഉമ്മക്ക് ഷുഗർ ഇല്ലേ, ഉമ്മ എന്തിനാ ഇങ്ങനെ തിന്നു. അപ്പൊ ഞാൻ പറയും ഷുഗർ ഉണ്ട് പറഞ്ഞിട്ട് തിന്നാണ്ടിരിക്കണ്ട, മരിക്കണം. പിന്നെ ഏതായാലും മരിക്കുമല്ലോ, അപ്പൊ തിന്നിട്ട് തന്നെ മരിക്കാമല്ലോ, അതിനെ തിന്നാണ്ടുള്ള ആഗ്രഹം ബാക്കി വെച്ചിട്ട് എന്തിനാന്ന്. അപ്പൊ നല്ല ഷുഗർ വന്നാലും മരിക്കുന്നതല്ല, പക്ഷെ എന്തെങ്കിലും ആയിപ്പോയാല് പിന്നെ അത് ഉണങ്ങാൻ പാടാന്ന് പറയും. ഇപ്പൊ ശരിയാണ്, ഇപ്പൊ അവര് പറഞ്ഞാൽ ശരിയാണ്.
ഇൻഷാല്ല. ഓക്കെ, അപ്പം അത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോസ്. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എല്ലാവരും വീഡിയോ കാണണം, മിസ്സാക്കല്ലേ. ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും. അത്രയേ ഉള്ളൂ. ഓക്കെ.